ഹായ് ഗൈസ്. അപ്പം നമ്മൾ പാണ്ടയിലോട്ട് പോകുന്ന വഴി ഒരു ചെറിയ പ്രശ്നം പറ്റിയിരിക്കുകയാണ്. നമ്മൾ വഴി തെറ്റിപ്പോയി. എന്തായിരുന്നു സംഭവിച്ചത് പറഞ്ഞേ? വഴി തെറ്റിപ്പോയി. അത് തന്നെ വഴി തെറ്റിപ്പോയി. എന്നിട്ട് നമ്മൾ ഞാൻ ബാക്ക് ക്യാമറ ആയിട്ട് കാണിച്ചു. നല്ല ഭംഗി അടിക്കാം. കണ്ണീരില്ല കടലില്ല കട്ടത്. അടിച്ചു പൊളിച്ചു. ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവര് പോലീസ്. നമ്മൾ പാണ്ടയിലോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ എന്തിനാ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, നിനക്കറിയത്തില്ല. നിനക്കറിയാം ഇത് വല്ലതും മേടിക്കാനായിരിക്കും. ഉമ്മ പറഞ്ഞിട്ട് പോവാ ഞങ്ങള്. ഇതാണ് ഗൈസ് ഞങ്ങൾ പറയാറുള്ള പാണ്ട, ഹൈപ്പർ പാണ്ട. സത്യം പറഞ്ഞ പാണ്ട എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഷോപ്പിംഗ് മാളാണ്. ഇതിന്റെ പേര് ദാനാമാളെന്നാ. ഹലോ ഗായ്സ്, ഇതിന്റെ പേര് ശരിക്കും ദാനാമാളം ആണ്. ഇതിനകത്തൊരു മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിനാണ് ഈ പാണ്ട എന്ന് പറയുന്നത് ഗായ്സ്. പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്കറിയാം, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ന് ഇവിടുത്തെ ഫൗണ്ടേഷൻ ഡേ ആണ്, സൗദി ഫൗണ്ടേഷൻ ഡേ ആണ്. പിന്നെ ഇവിടെ അടുത്താണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം നമുക്ക് ആ ഗേറ്റ് 1-ലാണോ 2-ലാണോ നേരെ മാക്സ് പോണത്. റെഡ് ടാഗ് ഒക്കെ ഉള്ള ഈ സൈഡില്. ഹലോ ഗായ്സ്, ഇതാണ് ഇവിടെയുള്ള വണ്ടി. നമ്മുടെ നാട്ടിലത്തെ കുറച്ച് വണ്ടിയേ ഉള്ളു ഇവിടെ. നമ്മുടെ നാട്ടിലത്തെ വണ്ടിയൊന്നും ഇവിടെ ഇല്ല ഗായ്സ്. ഇവിടുത്തെ വണ്ടി, നാട്ടിലത്തെ വണ്ടിയൊക്കെ കുറവാണ് ഗായ്സ്. ഗായ്സ് ഒരു ഡോഡ്ജ് ഉണ്ടില്ലേ ഗായ്സ്, അതാണ് ഡോഡ്ജ്. നമ്മൾ പാർക്ക് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഫൈനലി നമുക്കിപ്പോൾ ഒരു പാർക്കിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ട്. നീ കുറച്ച് കൂടിപ്പോയോ ചേട്ടാ? ഞങ്ങൾ ഒരു വോക്കിലോട്ട് പോവാണ്. ഞങ്ങൾ ഐദൂനൊരു ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് പിള്ളേരുടെ, ബോയ്സിൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഒരു നാളെ ഹോസ്റ്റലിലേക്ക്, ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഞങ്ങൾ വൈറ്റ് ഡ്രസ്സാണ്. ഗേൾസിൻ്റെ ഡ്രസ്സാണ് ഉണ്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗേൾസിൻ്റെ ഡ്രസ്സ്. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ നോക്കും. പക്ഷെ ഭയങ്കര വിലയാണ്. അതായത് ഈ ഒരു ഡ്രസ്സിന് 60 റിയാൽ. 60 റിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 1200 രൂപയാണ്. 1200 രൂപയല്ലല്ലോ, 600 റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ 60 റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ എത്ര രൂപയാണ്? അതെ, 1200 രൂപ ഈ ഒരു കുഞ്ഞുടുപ്പിന്. ഒന്നുമില്ല, ഒരു സിമ്പിൾ കോട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 600 രൂപ ഒക്കെ കിട്ടുന്ന ഒരു ഡ്രസ്സ്. നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളുണ്ട്.
അവരുടെ ഫ്രണ്ടിലും ഇതുപോലെയൊക്കെ വെക്കും. അതായത് ഇവരുടെ ഇന്ന് ഫൗണ്ടേഷൻ ഡേ ആണ്, അതായത് സൗദി സ്ഥാപക ദിനം. അപ്പോൾ അവരതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വെക്കാറുണ്ട്. ഇന്ന് വീഡിയോ എടുക്കൽ ഭയങ്കര ഒരു പ്രശ്നമാണ്, കാരണം ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്, ഭയങ്കര തിരക്കാണ്. നമ്മളിപ്പോൾ മാക്സിലോട്ടാണ് പോകുന്നത്. വാവ്, എൻ്റെ ഫേവറേറ്റ്, നമുക്കൊക്കെ പറ്റിയ ഡ്രസ്സ്. പണ്ടത്തെ എല്ലായിടും ഒടുക്കത്തെ റേറ്റാണ്. അതെന്തുവാ? കണ്ണാടിയോ? എന്തിനാ എത്ര കണ്ണാടി അവിടെ കിടക്കുന്ന? അവിടെ കൊണ്ട് വെച്ചേ. പിന്നെ മിസ്സിങ് അവിടെ കൊണ്ട് വെക്ക്. പാട്ട കണ്ണാടി നല്ലത് വാങ്ങാനുള്ളത്, ഒരുമാതിരി പച്ചയും ചുവപ്പും മഞ്ഞ. ഞങ്ങൾ ഐദൂൻ്റെ ഡ്രസ്സ് എടുത്തിരിക്കുകയാണ്. എനിക്കറിയില്ല കേൾക്കാൻ പറ്റുമെന്ന്, കാരണം ഞങ്ങൾ പറയുന്നത് ഇവിടെ ഭയങ്കര സൗണ്ടായതുകൊണ്ട് കേൾക്കാൻ പറ്റുമോ അറിയില്ല. എനിവേ ഇവിടെ കുറേ കുട്ടികളെ കാണാം. എനിക്കറിയില്ല ഇവർ ജൂം ചെയ്യാൻ പറ്റും, അതായത് ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ ഇട്ടിട്ടുള്ള. ഇവിടെ മൊത്തം ഇന്ന് ആളുകൾ ട്രഡീഷണൽ ഡ്രസ്സിലാണ്. ഇവിടെ സൗദി ഫൗണ്ടേഷൻ ഡേയുടെ ട്രഡീഷണൽ ഡ്രസ്സിലാണ് നോക്കുന്നത്. കുട്ടികളെയൊക്കെ നമുക്ക് കാണാം, തലയിൽ ഭയങ്കര ഭംഗിയിൽ സാധനങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തേക്കണം. ഈ സൗദിയിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കുന്നതിൽ മിക്ക ആൾക്കാർക്കും വല്ല താല്പര്യമൊന്നും ഉണ്ടാകത്തില്ല. അതാണ് മെയിൻ പ്രശ്നം, വീഡിയോ എടുക്കാൻ പഠിക്കുന്നത്. നമ്മൾ ഫുഡ് കോർട്ടിലോട്ടാണ് പോകുന്നത്. എനിക്കറിയില്ല ഇവിടെ വല്ലതും വാങ്ങാൻ പറ്റുമോ എന്ന് ഇന്നത്തെ ദിവസം, കാരണം ഭയങ്കര തിരക്കാണ് ഇവിടെ. ഈ കാണുന്ന ആളുകളൊക്കെ നിങ്ങൾ വിചാരിക്കും എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറാൻ പോവാന്ന്, അല്ല, ഫുഡ് കഴിക്കാൻ പോകില്ല. അപ്പോഴത്തേക്കും അടുത്തൊരു കട റെഡ് ടാഗ്. എന്ന് ഇവിടുന്ന് പോവാവോ, ഇവിടെ വാങ്ങുമോ അതുമില്ല. പറയാൻ പറഞ്ഞാൽ ഇതിലൊരു നാളത്തേക്ക് ഇടാനായിട്ടൊരു വൈറ്റ് ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ബഹളം വെച്ച് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല, എല്ലാ ഷോപ്പുകളിലും പോലെ നല്ല നല്ല ഡ്രസ്സുകളുണ്ട്, നല്ല നല്ല പൈസയുമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പരിസരത്തോട്ടൊന്നും അങ്ങനെ പോകാറില്ല. ഡ്രസ്സ് പിള്ളേരുടെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ മക്കൾ വന്നിട്ട് മൈലാഞ്ചി ഇടും. മൈലാഞ്ചിയൊക്കെ ഇടാൻ അറിയാമായിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് നല്ല പൈസ ഉണ്ടാക്കാമായിരുന്നു. ഗൈസ്, ഈ നിമിഷമാണ് ഇതൊക്കെ പഠിച്ചിരിക്കണമെന്ന് വിചാരിക്കുന്നു. അയ്യോ, അവരെ കാണുന്നില്ലല്ലോ ഗൈസ്. ഇവരെവിടെ പോയി? ഇവിടുത്തെ കോഫി ഷോപ്പാണ് കേട്ടോ. ഇന്നത്തെ ഇതിൻ്റെ വിചാരിച്ച ഇവിടുത്തെ ഡ്രസ്സിങ്ങുകളൊക്കെ കണ്ടോ, ഷോപ്പുകളിലെയും കടകളിലെ ആൾക്കാരൊക്കെ ഈ രീതിയിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവിടെ വരുന്നത്. ഐദൂരിക്കാനും കാണാതെ പോയി. അയ്യോ, ഒരു കുഞ്ഞു കുട്ടീനെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്.
ഐദുവിനൊരു ഐസ്ക്രീം കിട്ടിയിരിക്കുകയാണ്. തിരക്കിനിടെ കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. എനിക്കൊരെണ്ണം കിട്ടി, കേക്കൊരു ഗഹവയും കിട്ടി. കേക്ക് ഐസ്ക്രീം വേണ്ടേ? ഇങ്ങനത്തെ സാധനങ്ങളെ മാത്രം എടുക്കുക. ഞങ്ങളെ ഇത് നമുക്ക് പറ്റിച്ചു. ഇവിടെ എന്തൊക്കെയോ പരിപാടികളായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു. പിള്ളേരുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞതാണ്. ഇവിടെ വന്നപ്പോൾ താമസിച്ചു. യെസ്, അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട്, പക്ഷെ സമയം ഇല്ല. സമയമില്ലാത്ത പ്രത്യേകിച്ചൊന്നുമില്ല കാണാനൊന്നും. ഇതൊക്കെ തന്നെ.